ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ എന്തിനാണ് എക്സാമ്പിൾ എഴുതുമ്പോൾ ക്ലിയർ ആകും. ഇപ്പോൾ dy/dx x² + y² അങ്ങനെ വരുമ്പോൾ സമയത്ത് ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി 2. ഇപ്പോൾ ഓരോ ടേമിൻ്റെ ഡിഗ്രി 2 ആണെങ്കിൽ അത് ഹോമോജീനിയസ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ dy/dx x + y/x 1 1 1 അങ്ങനെയൊക്കെ വരിക. അല്ലെങ്കിൽ ഇപ്പോൾ dy/dx x² + y²/xy ഹോമോജീനിയസ് ആണ്. 2 2 ഇത് 1 1 ഒരു ടേമാണ്. അത് xy എന്ന് പറഞ്ഞ ഒരു പദമാണ്. എക്സിൻ്റെ 1 വൈൻ്റെ 1 ആണ്. ശരിക്കും എക്സിൻ്റെ 1 വൈ. അപ്പോൾ കൂട്ടുമ്പോൾ എന്തായി 2 ആയി. ഓരോ ടേമിനും ഡിഗ്രി ഈക്വലായി കിട്ടണം. അങ്ങനെ വരുന്നതിനാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഇത് ഹോമോജീനിയസ് ഡിഗ്രി 2, ഇത് ഹോമോജീനിയസ് ഡിഗ്രി 1, ഇത് ഹോമോജീനിയസ് ഡിഗ്രി 2 അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഹോമോജീനിയസ് ആണെങ്കിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ നടത്തേണ്ടത് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിനെങ്കിൽ ഇപ്പോൾ y = vx എന്നുള്ളൊരു ഫോമിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ y = vx എന്നുള്ള പിന്നെ മനസ്സിലാവും എന്താണ് ഇവിടെ y = vx. എന്നിട്ട് dy/dx പ്രോഡക്റ്റ് കൂടാണ്. v × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു ഒന്നാമത്തേൻ്റെ ഡെറിവേറ്റീവ് dv/dx v + x × dv/dx dy/dx v + x × dv/dx. ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ കാണുന്നത്. ഇനി ഹോമോജീനിയസ് ആണെന്ന് ചെക്ക് ചെയ്യാന്നൊക്കെ മെത്തേഡൊക്കെ ഉണ്ട്. അതിലൊക്കെ പിന്നെ വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതായത് ഇപ്പോൾ dy/dx x + y/x എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഹോമോജീനിയസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത് എക്സിനും വൈ ഉള്ളൊരു ഫംഗ്ഷനാണ്. f(x, y) x + y/x എന്ന് എഴുതും. f(x, y) എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. വേരിയബിൾ എക്സും വൈ ആണ്. ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹോമോജീനിയസ് ആണ് ചെക്ക് ചെയ്യേണ്ട ഒരു വിദ്യ വേറൊന്ന് x(λx, λy) എക്സിന് പകരം λx-ഉം വൈക്ക് പകരം λy-യും കൊടുക്കും. എക്സിലെടുത്തൊക്കെ λx, വൈയിലെടുത്തൊക്കെ λy, എക്സിലെടുത്തൊക്കെ λx അങ്ങനെ കൊടുക്കുമ്പോൾ ലാംഡ പുറത്ത് ലാംഡ ക്യാൻസൽ ചെയ്ത് പോകണം. മുകളിൽ നിന്ന് ലാംഡ പുറത്തെടുത്താൽ x + y/λx. എന്നിട്ട് ലാംഡയും എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. അപ്പോൾ x + y/x എന്നുണ്ടാവും. f(x, y) തന്നെ വരും. ഈ ഫംഗ്ഷൻ തന്നെ വരും. ലാംഡ ക്യാൻസൽ ആയി പോകും. ഇങ്ങനെ ക്യാൻസൽ ആയി പോകുന്നതിനാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ x + y/x എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രം ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലായി 1 1 1 ഹോമോജീനിയസ് ആണ്. പുട്ട് y = vx dy/dx v + x × dv/dx എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. x + y/x സോൾവ് ചെയ്യാനാണ്. ഷോ ദാറ്റ് dy/dx x + y/x ഈസ് ഹോമോജീനിയസ്. ഹോമോജീനിയസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ആൻഡ് സോൾവ് ദ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാം. ഹോമോജീനിയസ് ആണ് മനസ്സിലായി. സോൾവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഹോമോജീനിയസ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പുട്ട് y = vx എന്ന് എഴുതും. പുട്ട് y = vx അങ്ങനെ എഴുതിയാൽ മതി. പുട്ട് y = v × x ദെൻ dy/dx v + x × dv/dx v + x × dv. ഇതിനൊക്കെ മാർക്ക് കണ്ടിരിക്കും. പുട്ട് y = vx അതുപോലെ dy/dx v + x × dv/dx എന്നൊക്കെ എഴുതിയാൽ ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എഴുതുന്ന സ്റ്റെപ്പാണ്. അതുകൊണ്ട് അതിന് മാർക്കുണ്ട്. ഇനി ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 dy/dxന് പകരം v + x × dv/dx x + y-ക്ക് പകരം vx/x. അപ്പോൾ v + x × dv/dx മുകളിൽ ഒരു എക്സ് പുറത്തെടുത്താൽ 1 + v എന്നുണ്ടാവും x. എക്സോടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ
വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി എന്നുണ്ടാവും. വി ക്യാൻസൽ, രണ്ട് സൈഡിലുണ്ട് ക്യാൻസലായി പോകും. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ 1 എന്നേ ഉണ്ടാവും. കാരണം ഈ വീനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വി ക്യാൻസലായി പോകും. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ 1 പറഞ്ഞങ്ങനെ പോകും. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ കണ്ടാൽ തന്നെ അറിയാം 1 ഹോമോജിനസ് ആണ്. അല്ലെങ്കിൽ ഹോമോജിനസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ എഴുതേണ്ട പുട്ട് വൈ ഇസിക്കൽ വി എക്സ് ഡി വൈ ബൈ ഡി എക്സിൽ വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സിന് എഴുതുക. ഇവിടേക്ക് തന്നെ വരിക. ഡി വൈ ബൈ ഡി എക്സിന് സ്ഥാനത്ത് വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സിന് എഴുതുക. എക്സ് പ്ലസ് വൈയിന് സ്ഥാനത്ത് വി എക്സ് എന്ന് കൊടുക്കുക ബൈ എക്സ്. എന്നിട്ട് എക്സ് പുറത്തെടുക്കുക. അപ്പോൾ 1 പ്ലസ് വി ബൈ എക്സ്. എക്സ് ഇവിടെ ക്യാൻസൽ ചെയ്യാനുണ്ടാവും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സിൽ 1 പ്ലസ് വി എന്നുണ്ടാവും. വി രണ്ട് സൈഡും ആകുമ്പോൾ കട്ടായി പോകും. പിന്നെ എക്സിന് ഡി വി ബൈ ഡി എക്സിൽ 1 എന്നുള്ള ഒരു ഇക്വേഷൻ വരും. വേരിയബിൾ സെപ്പറബിളിലേക്കാണ് പോണത്. അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ്. ക്രോസ് ചെയ്യുമ്പോൾ ഡി എക്സുകൾ മുകളിൽ കയറും. ഇപ്പോൾ ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ഈ മുകളിൽ എക്സ് അങ്ങോട്ട് കൊണ്ടുപോകും. വേരിയബിൾ സെപ്പറബിൾ ആക്കണമെങ്കിൽ ഡി വിൻ്റെ അടുത്ത് എക്സ് പറ്റൂല. അപ്പോൾ എക്സ് ഡി എക്സിൻ്റെ അടുത്ത് തന്നെ വരണം, അങ്ങോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഡി വി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. ഇൻറ്റഗ്രൽ ഡി വി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. ഇൻറ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു 1 ഇൻറ്റഗ്രൽ എക്സ് ആണ്, പക്ഷേ അവിടെ ഡി വി ആണ്ട് വി ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇനി വിയുടെ സ്ഥാനത്ത് എന്തെടുക്കുക വൈ ബൈ എക്സ്. നേരത്തെ നമ്മൾ പുട്ട് ചെയ്ത് വൈ ഇസ് ഈക്വൽ ടു വി എക്സ് എന്നാണ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താ വരിക വൈ ബൈ എക്സ് ഉണ്ട്. അപ്പോൾ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. വൈ ബൈ എക്സ് ഈക്വൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇതാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണ് സോൾവ് ചെയ്യാൻ. ഷോ ദാറ്റ് ദ ഇക്വേഷൻ 2xy y dash is equal to x square plus 3y square. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 2xy dy by y dash എന്നാൽ dy by dx ആണ്. x square plus 3y square. അപ്പോൾ dy by dx is equal to x square plus 3y square by 2xy എന്നാണ് ഇടുക. അങ്ങനെ ഇക്വേഷൻ ആദ്യം ഉണ്ടായിരിക്കണം. dy by dx is equal to എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ബൈ 2xy എന്നത് ഹോമോജിനസ് ആണ്. കാരണം ഇതിൻ്റെ ഡിഗ്രി 2, ഇവിടെ ഡിഗ്രി 2, ഇവിടെ ഡിഗ്രി 1, 1, 2 ആണ് വരിക. ഇത് ഹോമോജിനസ് ആണ്. ഈ ഹോമോജിനസ് ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യണ മെത്തേഡിലൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ബൈ 2xy എന്ന് എഴുതിയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് ലാംഡ എക്സും വൈൻ്റെ സ്ഥാനത്ത് ലാംഡ വൈയും കൊടുക്കണം. അപ്പോൾ ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ 3 ഇൻറ്റു ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ 3 ഇൻറ്റു വൈ ലാംഡ വൈ അല്ലേ. അപ്പം വൈ സ്ക്വയർ ആകുമ്പോൾ ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ 2 ഇൻറ്റു ലാംഡ എക്സ് ലാംഡ വൈ എന്നുണ്ടാവും. മുകളിൽ നിന്ന് എക്സ് സ്ക്വയർ ലാംഡ സ്ക്വയർ പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ബൈ 2 ലാംഡ സ്ക്വയർ എക്സ് വൈ. ലാംഡ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ബൈ 2xy ഈസിക്കൽ എഫ് ഓഫ് എക്സ് വൈ തന്നെ കിട്ടും. ലാംഡ ഉണ്ടാക്കി കട്ട് ചെയ്ത് പോകും. ലാംഡ സ്ക്വയർ എന്തായി പോകും? കട്ട് ചെയ്ത് പോകും. അങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഹോമോജിനസ് ആണ്. അപ്പോൾ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെ ചെയ്യാൻ ഹോമോജിനസ് ആണ് ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? dy by dx is equal to dy by dx is equal to x square plus 3y square by 2xy എന്ന് കിട്ടും. ഇക്വേഷൻ കുറവാണ്. ഇനി ഹോമോജിനസ് ആണെങ്കിൽ ആയതുകൊണ്ട് ഇപ്പോൾ y is equal to vx എന്ന് പറഞ്ഞാൽ ചെയ്യാം. ഇപ്പോൾ y is equal to vx dy by dx is equal to v plus x into dv by dx എന്ന് എഴുതാം. അത് dy by dxന് സ്ഥാനത്ത് v plus x into dv by dx is equal to x square plus 3 into y vx ആണ്. അപ്പോൾ y square പറഞ്ഞാൽ
വി സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2x ബൈ വി എക്സ്. അപ്പോൾ 3 ഇൻറ്റു വി സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 3 പ്ലസ് എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 1 പ്ലസ് 3 വി സ്ക്വയർ ഉണ്ടാവും. വി സ്ക്വയർ പുറത്ത് എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 1 പ്ലസ് 3 വി സ്ക്വയർ ബൈ 2 വി എക്സ് സ്ക്വയർ. ഇതിൽ എക്സ് സ്ക്വയറും കട്ട് ചെയ്തു. പിന്നെ 1 പ്ലസ് 3 വി സ്ക്വയർ ബൈ 2 വി എന്നുണ്ടാവും. വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇക്വൽ ടു 1 പ്ലസ് 3 വി സ്ക്വയർ ബൈ 2 വി എന്നുണ്ടാവും. നമ്മൾ വേരിയബിൾ സെപ്പറബിളായി കൊണ്ടുവരും. അതിന് വേണ്ടി വീന് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3 വി സ്ക്വയർ ബൈ 2 വി മൈനസ് വി. വി അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 വി എൽ സി എടുത്താൽ 1 പ്ലസ് 3 വി സ്ക്വയർ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 2 വി സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് 3 വി സ്ക്വയർ 2 വി സ്ക്വയർ ബൈ വി സ്ക്വയർ ബൈ 2 വി എന്നുണ്ടാവും. എക്സ് ഒരു സിംപ്ലിഫിക്കേഷനാണ് ചെയ്തു പോകുന്നതൊക്കെ സിംപ്ലിഫിക്കേഷനാണ്. എക്സിനു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ 1 പ്ലസ് വി സ്ക്വയർ ബൈ 2 വി എന്നുണ്ടാവും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് സ്ഥാനത്ത് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സിന് കൊടുക്കുക. വൈയിലെടുത്ത് വി എക്സ് കൊടുക്കുക. വൈ സ്ക്വയർ ആകുമ്പോൾ വി സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ടാവും. വൈയിലെടുത്ത് വി എക്സ് ഉണ്ടാവും. അപ്പം എക്സ് സ്ക്വയർ പുറത്തെടുത്ത് കട്ട് ചെയ്യാം. 1 പ്ലസ് 3 വി സ്ക്വയർ ബൈ 2 വി ഉണ്ടാവും. ഈ വീന് അങ്ങോട്ട് കൊണ്ടുപോകുക. മൈനസ് വി ഉണ്ടാവും. എൽ സി എടുക്കുക. 2 വി എൽ സി എടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പം കിട്ടിയ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ ബൈ 2 വി ആണ്. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡി വി 2 വി എക്സ് ഇൻറ്റു ഡി വി ഇൻറ്റു വി ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ ഡി എക്സ്. അപ്പം 2 വി ഡി വി ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ ഡി എക്സ്. അപ്പം ഡി എക്സിൻ്റെ അടുത്ത് ഇത് പറ്റില്ല. 2 വി ഡി വി ബൈ 1 പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകും. എക്സ് ഇവിടെയും പറ്റൂല. ഡി വിൻ്റെ അടുത്ത് എക്സ് പറ്റൂല. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഡി എക്സ് ബൈ എക്സ്. അതേപോലെ 1 പ്ലസ് വി സ്ക്വയർ അവിടെ പറ്റില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാം. 2 വി ഡി വി ബൈ 1 പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ഇനി വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഉണ്ടോ? വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കറക്റ്റ് മോള് വന്നാൽ ഉണ്ടോ 1 പ്ലസ് വി സ്ക്വയർ ഡെറിവേറ്റീവ് 2 വി ആണ്. 2 വി ഡി വി. അങ്ങനെ ഡെറിവേറ്റീവ് കറക്റ്റ് മോള് വന്നാൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കറക്റ്റ് മോള് വന്നാൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരിക്കുമല്ലോ. കൂട്ടി ചെയ്ത് അങ്ങനെയാണ് വരിക. അപ്പോൾ ലോഗ് 1 പ്ലസ് വി സ്ക്വയർ ഉണ്ടാവും. ലോഗ് 1 പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ്. ലോഗ് മോഡ് 1 പ്ലസ് വി സ്ക്വയർക്ക് ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്നുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ വരെ കൊടുത്താൽ വെച്ചാൽ ആൻസറായി. വേണമെങ്കിൽ കുറച്ചുകൂടി എന്തൊക്കെ ചെയ്യാമെന്നറിയാം. ഈ സി എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ലോഗ് മോഡ് സി എന്ന് എഴുതാം. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതിനൊരു ഫോം ലോഗ് മോഡ് സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണല്ലോ. അങ്ങനൊരു ഫോമിനൊക്കെ ഇത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ നിർത്തുകയും ചെയ്യാം. ലോഗ് മോഡ് 1 പ്ലസ് വി സ്ക്വയർ സ്കെയിൽ ലോഗ് മോഡ് എക്സ് സി എന്നുണ്ടാവും. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി എന്നാണ്. അല്ലെങ്കിൽ ലോഗ് സി എക്സ് ഉണ്ടാവും. ലോഗ് സി എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ രണ്ട് സൈഡിൽ ലോഗും മോഡും ഒഴിവാക്കിയാൽ 1 പ്ലസ് വി സ്ക്വയർ ഇസിക്കൽ സി എക്സ് ഉണ്ടാവും. 1 പ്ലസ് വി സ്ക്വയർ ഇസിക്കൽ സി എക്സ്. അപ്പോൾ ആൻസറായി. ഇനി വീന സ്ഥാനത്ത് വൈ ബൈ എക്സ് കൂടെ കൊടുത്താൽ മതി. വീന സ്ഥാനത്ത് വൈ ബൈ എക്സ് കൊടുത്താൽ 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇസിക്കൽ സി എക്സ്. നിങ്ങൾ എക്സ് സ്ക്വയർ എൽ സി എടുത്താൽ അങ്ങനെ ഉണ്ടാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ സി എക്സ് ക്യൂബ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ സി എക്സ് ക്യൂബ്. അങ്ങനെയൊക്കെ കംപ്ലീറ്റ് സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. വേറെ ക്വസ്റ്റ്യൻ നോക്കാം.
ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. dy/d x/y + y/x. പെട്ടെന്ന് ഹോമോജിനസ് ആണെന്ന് തോന്നും, പക്ഷേ ഈ സ്ഥിരം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് അറിയണം dy/dx x/y + y/x. കണ്ടാൽ ഹോമോജിനസ് ആണെന്ന് തോന്നില്ല, പക്ഷേ x/y + y/x ഹോമോജിനസ് ആണ്. അങ്ങനെ ഒന്ന് LC എടുത്താൽ xy എന്നുള്ള LC എടുത്താൽ x² + y² എന്നാണ് വരിക. x². ഇപ്പോൾ ഹോമോജിനസ് ആണ്, 2 2 2. അങ്ങനെ LC എടുത്ത് നോക്കിയെങ്കിൽ നമുക്കത് ഹോമോജിനസ് ആണെന്ന് മനസ്സിലാവും. ഇനി ഹോമോജിനസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. x ലാണ്ടാവി എടുത്ത് ചെയ്താൽ അങ്ങനെയാണ് വരിക. അതിനെപ്പറ്റി ഞാൻ പറയുന്നത് കുറേ അണ്ടർ ചെയ്തല്ലോ. നമ്മൾ പോട്ട് y = vx. എന്നിട്ട് dy/dx v + x × dv/dx എന്നൊക്കെ എഴുതിയിട്ട് dy/dxൻ്റെ സ്ഥാനത്ത് എന്താ നമ്മൾ കൊടുക്കാം? v + x × dv/dx x² + y² സ്ഥാനത്ത് v² x² × y ൻ്റെ സ്ഥാനത്ത് vx. അപ്പോൾ v + x × dv/dx x² പുറത്തെടുത്താൽ 1 + v² vx². ഈ x²ഉം കട്ട് ചെയ്താൽ 1 + v² v എന്നുണ്ടാവും. v + x × dv/dx ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ x × dv/dx 1 + v² v - v എന്നുണ്ടാവും. അങ്ങനെ dy/dx സ്ഥാനത്ത് v + x × dv/dx ചെയ്താൽ x² അങ്ങനെ തന്നെ, y² v² x² ആവും. x അങ്ങനെ തന്നെ, y vx ആവും. x² പുറത്തത്തെ 1 + v² എന്നാവും. പിന്നെ അടിയിൽ vx² ഉണ്ടാവും. ആ x² പുറത്തത്തെ x² കട്ട് ചെയ്താൽ പിന്നെ 1 + v² v എന്നുണ്ടാവും. ഇപ്പുറത്തുള്ള v അങ്ങോട്ട് കൊണ്ടുപോകും -v എന്നാവും. കുറേ പ്രാവശ്യം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡിൽ വരും. x ൻ്റെ dv/dx അവിടെ v LC എടുത്താൽ 1 + v² - v² ആയി. 1 + v² - v² കട്ട് ചെയ്ത് 1/v എന്നായി. x v dv dx എന്നായി. v dv dx/x എന്നായി. v dv dx/x. ഇനി ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇൻ്റഗ്രൽ v dv dx/x. vൻ്റെ ഇൻ്റഗ്രൽ v²/2 ഉണ്ടാവും. v²/2 1/x log mod x + c എന്നുണ്ടാവും. log mod x + log c എന്നൊക്കെ എഴുതുകയാണെങ്കിൽ c log mod c എന്ന ഫോമിൽ വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ v എന്ന് പറഞ്ഞാൽ y/x ആണ്. അപ്പോൾ അത് y²/x²/2 log mod cx. അപ്പോൾ 2y²/x² log mod cx. ഇതൊക്കെ എഴുതി നിർത്തിയാൽ മതി. 2y²/2 y²/x²/2. ഞാൻ y²/2x², 2 ഇവിടേക്കാണ് വരിക. y²/2x². 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. 2/1 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ വരും. അപ്പം y²/2x² log mod cx ഒരു ഫോമിലേക്ക് ഇതിന് വരും. വേറെ നോക്കാം. xy dy/dx x² - y². ഇതിനാദ്യം ഇങ്ങനെ ആക്കണോ? അങ്ങനെ dy/dx x² - y²/xy എന്നാക്കണം. നമ്മൾ കൊണ്ടുവരും xy അങ്ങോട്ട്. അപ്പോൾ ഹോമോജിനസ് ആണ്, 2 2 2. അപ്പോൾ y = vx dy/dx v + x × dv/dx. അവിടെ കൊടുക്കുമ്പോൾ v + x × dv/dx x² - v²x²/x × vx. v + x × dv/dx x² പുറത്തെടുത്താൽ 1 - v²/vx²ൽ x²ഉം കട്ട് ചെയ്യും. അപ്പോൾ v + x × dv/dx 1 - v²/v x × dv/dx
1 minus v square by v minus v x into dv by dx is equal to v LC എടുത്താൽ 1 minus v square minus v square. അവിടെ 1 minus 2 v square എന്നായി വരിക. 1 minus 2 v square by v എന്നുണ്ടാവും. x into dv by dx is equal to 1 minus 2 v square by v. വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ വേണ്ടി എക്സ് വി ഡി ക്രോസ് മൾട്ടിപ്ലൈ എക്സ് വി ഡി വി ഇസിക്കൽ 1 മൈനസ് 2 വി സ്ക്വയർ ഡി എക്സ്. ഇതിവിടെ പറ്റൂല, എക്സ് ഇവിടെയും പറ്റൂല. അപ്പോൾ വി ഡി വി ബൈ 1 മൈനസ് 2 വി സ്ക്വയർ ഇസിക്കൽ ഡി എക്സ് ബൈ എക്സ് ആണ് വരുന്നത്. വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ വി ഡി വി ബൈ 1 മൈനസ് 2 വി സ്ക്വയർ ഇസിക്കൽ ഡി എക്സ് ബൈ എക്സ്. ഈ ഇതിൻ്റെ ഡെറിവേറ്റീവ് -4v -4v ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിയിലത്തെ ഡെറിവേറ്റീവ് മോഡ് വന്നാൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ എഴുതാൻ പറ്റിയേനും. ഒരു -4ൻ്റെ ഒരു കുറവ് മുകളിലുണ്ട്. അല്ലെങ്കിൽ പുട്ട് ചെയ്യേണ്ടി വരും. 1 മൈനസ് 2 വി സ്ക്വയർ പുട്ട് ചെയ്താൽ മതി കേട്ടോ. 1 മൈനസ് 2 വി സ്ക്വയറിന് പുട്ട് ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് -4 ഇൻറ്റു അതിനോട് ഒരു -4ൻ്റെ കുറവുണ്ട്. അപ്പോൾ അവിടെ ഒരു -4 ഇട്ട് കൊടുക്കുക. ഡിനോമിനേറ്ററിൽ ഒരു -4 കട്ട് ചെയ്താൽ പിന്നെ വി ഡി വി ബൈ 1 മൈനസ് 2 വി സ്ക്വയർ സ്റ്റെപ്പിലും പ്രശ്നമില്ല. അപ്പോൾ -1/4 ഇൻറ്റു ലോഗ് മോഡ് 1 മൈനസ് 2 വി സ്ക്വയർ. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് കറക്റ്റ് മോഡ് വന്നാൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരിക്കും. -4v dv. ഇവിടെ ലോഗ് മോഡ് എക്സ് പ്ലസ് ലോഗ് മോഡ് സി എന്ന് വേണമെങ്കിൽ എഴുതാം. ലോഗ് മോഡ് സി എന്ന് എഴുതാം. ലോഗ് മോഡ് സി എക്സ് എന്ന് എഴുതാം. ഇവിടെ ആണെങ്കിൽ ഇവിടെ റീസ്റ്റ് -1/4 എന്ന് എഴുതാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ -1/4 ലോഗ് മോഡ് 1 മൈനസ് 2 ഇൻറ്റു വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. വിനെ സ്ഥാനത്ത് വൈ ബൈ എക്സ്, വി സ്ക്വയറിനെ സ്ഥാനത്ത് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയറിന് എഴുതി അവിടെ നിർത്തിയാടെ വെച്ചാൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് വീൻ്റെ സ്ഥാനത്ത് വൈ ബൈ എക്സ് കൊടുത്താടെ വെച്ചാൽ മതി. ഇതാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അത് ഹോമോജീനിയസ് ആണോ നോക്കണം. ഒറ്റനോട് തന്നെ അറിയാം. പിന്നെ ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യുക. അതിന് ശേഷം പിന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ സോൾവ് ചെയ്യാം. അപ്പോൾ എക്സ് വൈ സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. ഇവിടെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ബൈ എക്സ് വൈ സ്ക്വയർ എഴുതിയ ഹോമോജനസ് ആണ്. 3 3 2 1 3 ഒന്നുമില്ല, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ 2 1 കൂടി കൂട്ടുമ്പോൾ 3 ആയി. 3 3 3 ഓരോ ടേമിൻ്റെ ഡിഗ്രി 3 ആണ്. അപ്പോൾ എന്താണ് ഹോമോജനസ് ആണ്. എന്നിട്ട് വൈ ഈക്വൽ വി എക്സ്, വൈ ഈക്വൽ വി എക്സ് എന്ന് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സ് എന്നൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഇവിടെ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ വി എക്സ്, വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ വി ക്യൂബ് എക്സ് ക്യൂബ് ബൈ എക്സിൻ്റെ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും വി സ്ക്വയർ എക്സ് സ്ക്വയർ എന്നാവും. അപ്പോൾ വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സ് സീക്കുമ്പോൾ എക്സ് ക്യൂബ് പുറത്തെടുത്താൽ 1 പ്ലസ് വി ക്യൂബ് അടിയിലൊരു വി സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ടാവും. അല്ല വി സ്ക്വയർ എക്സ് ക്യൂബ് ഉണ്ടാവും. ഈ എക്സ് ക്യൂബും കട്ട് ചെയ്താൽ 1 പ്ലസ് വി ക്യൂബ് ബൈ വി സ്ക്വയർ ഉണ്ടാവും. വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ 1 പ്ലസ് വി ക്യൂബ് ബൈ വി സ്ക്വയർ. ഇനി വീൻ അങ്ങോട്ട് കൊണ്ടുപോയി എൽ സി എടുത്ത് വേരിയബിൾ സെപ്പറബിളായി കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുക. ഇങ്ങനെയാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇതാണ്. കുറേ എഴുതി പഠിച്ചാൽ അതിനെ സ്പീഡിൽ അങ്ങ് പോകും. എക്സിന് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വി ക്യൂബ് ബൈ വി സ്ക്വയർ മൈനസ് വി. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വി ക്യൂബ് മൈനസ് വി ക്യൂബ്. അങ്ങനെ വിളിക്കുമ്പോൾ വി ക്യൂബ്. അപ്പം വി ക്യൂബ് കട്ടായോ. അപ്പോൾ 1 ബൈ വി സ്ക്വയർ എന്നാവും. എക്സ് ഇൻറ്റു ഞാൻ ചെയ്ത് വെച്ചാൽ സ്പീഡിൽ അങ്ങ് പോകും. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്
എക്സിന് ഡി വൈ ബൈ ഡി സിക്കൽ 1/v² ഉണ്ടാവും. ഇനി ആ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് v² dv = dx. എക്സ് ഇവിടെ പറ്റൂല, അപ്പോൾ v² dv = dx/x. വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. v² v³ ഉണ്ടാവും. 1/x log mod x പ്ലസ് c എന്നുള്ളതിനാണെങ്കിൽ log mod c എന്ന് എഴുതാം. അപ്പോൾ log mod cx എന്നായി y³ ഉണ്ടാവും. y³/3x³ ഉണ്ടാവും. അങ്ങനെ ഇട്ടാൽ മതി. ഇത്ര രീതി നടത്തിയാൽ ആൻസറായി. ഇത്ര രീതി വെച്ചാൽ മാർക്കൊക്കെ കിട്ടും. കുറച്ചുകൂടി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ y³/3x³ log mod cx. ഇപ്പോൾ cx ഈ ലോഗ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ y³/3x³ എന്നൊക്കെ എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എഴുതി നിർത്തിയാൽ മതി. വേറൊരു ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻ, x dy മൈനസ് y dx = x² + y² dx. ഇവിടെ നിങ്ങളുടെ ഹോമോജിയസ് ആണെന്ന് തോന്നൂല. ഒന്ന് dy/dx നാക്കിയെങ്കിലേ മനസ്സിലാവും. അല്ലെങ്കിൽ എക്സിന് dx കൊണ്ടായിരിക്കും അവിടെ ചെയ്യണം. dy കൊണ്ടായിരിക്കും, dx കൊണ്ടായിരിക്കും. x dy dx ആണെങ്കിൽ x dy/dx മൈനസ് y = dx പോയി x² + y². അങ്ങനെ വരാം. ഇനി x dy/dx -y അങ്ങോട്ട് കൊണ്ടുപോയാൽ y പ്ലസ് അങ്ങനെ വരാം. അങ്ങനെയൊക്കെ ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ dy/dx y പ്ലസ് √x² + y²/x അങ്ങനെയും ചോദിക്കാം. y പ്ലസ് √x² + y². ഇങ്ങനെയൊക്കെ പേപ്പർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഡിഗ്രി 1 ഡിഗ്രി 1. ഓരോന്നിനും ഡിഗ്രി റൂട്ടിനുള്ളിലാവണം 1 ആയിട്ട് പരിഗണിച്ചാൽ മതി. 2 ആണെങ്കിൽ റൂട്ടിനുള്ളിലായതുകൊണ്ടാണ് y² റൂട്ട് എടുക്കുമ്പോൾ y എന്നാണല്ലോ വരിക, അപ്പോൾ 1 ആണല്ലോ വരിക. അപ്പോൾ ആ രീതി സങ്കല്പിച്ചാൽ ഇത് 1 ആയിട്ട് എടുക്കുക. 1 അപ്പോൾ ഹോമോജിനസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന രീതിയിൽ ചെക്ക് ചെയ്താലും നമുക്ക് എന്തിട്ട് ഹോമോജിനസ്. എന്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ പെട്ടെന്ന് ഹോമോജിനസ് എന്ന് എഴുതി പോകണം. ചിലപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ പെട്ടെന്ന് ഹോമോജിനസ് ആണെന്ന് തോന്നില്ല. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹോമോജിനസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഹോമോജിനസ് ആണെന്ന് എഴുതിയതിന് ശേഷം ഇവിടെ y = vx ഒക്കെ എഴുതി v പ്ലസ് y dy/d = v പ്ലസ് x dv/dx എന്നൊക്കെ എഴുതിയാൽ പിന്നെ സാധാരണ പോലെ y-ന് സ്ഥാനത്ത് vx പ്ലസ് റൂട്ടിനുള്ളിൽ ഒരു x² ഒരു v² x² പിന്നെ ഒരു എക്സും. അപ്പം v പ്ലസ് x dv/dx = vx പ്ലസ് x² റൂട്ടിനുള്ളിൽ x² ഉണ്ടാവും. x² പുറത്ത് വരുമ്പോൾ x ആവും. x⁻1 + v²/x. ഇവിടെ vx-നടുത്തൊരു എക്സും റൂട്ടിനടുത്തൊരു എക്സും ഡിനോമിനേറ്ററിൻ്റെ എക്സും കൂടി എന്തായാലും കട്ട് ചെയ്തു പോകും. പുറമെടുത്ത് കട്ട് ചെയ്താൽ പിന്നെ ഇവിടെ നിന്ന് ബാക്കിയുണ്ടാവുക v പ്ലസ് √1 + v² ഉണ്ടാവും. ഈ എക്സും ഇവിടുത്തെ എക്സും ഈ എക്സും കട്ട് ചെയ്തു. ഇനി ഇവിടുത്തെ v അങ്ങോട്ട് കൊണ്ടുപോകും -v, നമ്മൾ v കട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാവും. x dv/dx = √1 + v² മാത്രമേ ഉണ്ടാവും. x dv/dx = √1 + v² മാത്രമേ ഉണ്ടാവും. x dv ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x dv = √1 + v² dx. dvൻ്റെ അടുത്ത് x പറ്റൂല, അവിടെ √1 + v² അവിടെയും പറ്റൂല. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? dv/√1 + v² = dx/x എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/√1 + x² എന്നൊരു ഫോമാണ്. 1/√a² + x². 1/√a² + x² പറഞ്ഞാൽ log mod x + √. എന്നൊരു ഫോമുണ്ട്. log mod
എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിനുള്ള ഫോമാണ്. ഈസിക്കല്ലോ ലോഗ് മോഡ് എക്സ് പ്ലസ് ലോഗ് മോഡ് സി. അതായത് ലോഗ് മോഡ് ബി പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ഈസിക്കല്ലോ ലോഗ് മോഡ് സി എക്സ്. ലോഗ് മോഡും കട്ട് ചെയ്താൽ പിന്നെ വി പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ഈസിക്കല്ലോ സി എക്സ് ഉണ്ടാവും. വീനെ സ്ഥാനത്ത് വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഈസിക്കല്ലോ സി എക്സ്. വേറെ ഇക്വേഷൻ അതാണ് എക്സ് ഇൻറ്റു കോസ് വൈ ബൈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ കോസ് വൈ ബൈ എക്സ് പ്ലസ് എക്സ്. ഒരു ഹോമോജനസ് ആണെന്നൊക്കെ ചെക്ക് ചെയ്യണം. എക്സ് കോസ് വൈ ബൈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ വൈ കോസ് വൈ ബൈ എക്സ് പ്ലസ് എക്സ്. നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് സീക്കൽ എന്ത് ചെയ്താണെന്ന് അറിയാം. ഡി വൈ ബൈ ഡി എക്സ് സീക്കല്ലോ വൈ കോസ് വൈ ബൈ എക്സ് പ്ലസ് എക്സ് ബൈ ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് കോസ് വൈ ബൈ എപ്പോഴും ഡി വൈ ബൈ ഡി എക്സ് സീക്കൽ ആക്കണം. ഡി വൈ ബൈ ഡി എക്സ് സീക്കൽ ആക്കിയിട്ട് ഇനി ഹോമോജിയസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പണിയൊന്നുമില്ല. ഇത് ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുക്കുക. അത് എഫ് ഓഫ് എക്സ് വൈ എന്നിട്ട് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് പറഞ്ഞാൽ എക്സുള്ള സ്ഥാനത്തൊക്കെ ലാംഡ എക്സും വൈയുടെ സ്ഥാനത്തൊക്കെ ലാംഡ വൈ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പം ലാംഡ വൈ കോസ് ലാംഡ വൈ ബൈ ലാംഡ എക്സ് കോസ് ലാംഡ വൈ ബൈ ലാംഡ എക്സ് അങ്ങനെയുള്ള വരിക. അപ്പോൾ ഇവിടുന്ന് ലാംഡ മുകളിൽ ലാംഡ നമ്മൾ പുറത്തെടുക്കും. അടിയിലൊരു ലാംഡ എക്സ് കോസ് വൈ ബൈ എക്സ് ഉണ്ടാവുമല്ലോ. ഈ പുറത്തൊക്കെ ലാംഡയും കട്ടായി. അപ്പോൾ ഹോമോജനസ് ആണ് മനസ്സിലായി. കോസ് വൈ ബൈ എക്സ് പ്ലസ് എക്സ് എന്നായി. അപ്പോൾ ലാംഡയും പുറത്തോട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഹോമോജനസ് ആണ് പെട്ടെന്ന് ക്ലിയർ ആവും. ഹോമോജനസ് ആണ് പൊട്ടിയത്. വൈ സിയുടെ വി എക്സ്. ഓക്കെ, ഇതിന് ശേഷം ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്താൽ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് ചെയ്തു. പിന്നെ വൈ ഇൻറ്റു ഇപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് വി എക്സ് അല്ലേ. വൈൻ്റെ സ്ഥാനത്ത് എന്താവും വി എക്സ് ഇൻറ്റു കോസ് വി വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വി എന്നാണ് വരിക. കോസ് വി പ്ലസ് എക്സ് ഒന്നാക്കണ്ട വൈ എക്സ് ഒന്നാക്കണ്ട കോസ് വി. വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വി ആണല്ലോ. ഇങ്ങനെ വരും എക്സ് കോസ് വി എന്നുണ്ടാവും. ഡി വൈ ബൈ ഡി എക്സിന് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സിന് ഇത് വൈൻ്റെ സ്ഥാനത്ത് വി എക്സ് എന്ന് എഴുതും. വൈൻ്റെ സ്ഥാനത്താണ് വി എക്സ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ആണ് വരിക. വൈ ബൈ എക്സിൻ്റെ സ്ഥാനത്ത് വി എന്നാണ് വരിക. വൈ ബൈ എക്സിൻ്റെ സ്ഥാനത്ത് വി. ഇവിടെ വൈ ബൈ എക്സിൻ്റെ സ്ഥാനത്ത് വി വേണ്ട കോസ് വി എന്നാണ് വരിക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ എക്സ് പുറത്തെടുക്കണം. എക്സ് പുറത്തെടുത്താൽ വി കോസ് വി പ്ലസ് 1 ബൈ എക്സ് കോസ് വി എന്നുണ്ടാവും. അപ്പം എക്സും കട്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്ന വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സ് എക്സ് കോസ് വി പ്ലസ് 1 ബൈ കോസ് വി എന്നുണ്ടാവും. വിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് ഡി വി ബൈ ഡി എക്സ് സീക്കല്ലു വി കോസ് വി പ്ലസ് 1 മൈനസ് വി എന്നുണ്ടാവും. ബൈ കോസ് വി കോസ് വി പ്ലസ് 1 അതിനടിയിൽ വി ഉണ്ട്. വി കോസ് വി പ്ലസ് 1 ബൈ കോസ് വി മൈനസ് വി എന്നുണ്ടാവും. അപ്പോൾ അവിടെ കോസ് വി എൽ സി എടുക്കണം. കോസ് വി എന്താക്കണം? എൽ സി എടുത്താൽ എന്താ വരിക? എക്സ് ഡി വി ബൈ ഡി എക്സ് സീകൾ ഇവിടെ കോസ് വി എൽ സി എടുത്താൽ വരുമ്പോൾ വി കോസ് വി പ്ലസ് 1 മൈനസ്
ബി കോസ് ബി എന്നുണ്ടാവും. വി കോസ് ബി പ്ലസ് 1 ഇസിക്കൽ വി കോസ് ബി. അപ്പം വി കോസ് ബിയും കട്ടാവും. അപ്പോൾ 1/cos ബി എന്നുണ്ടാവും. എക്സിന് ഡി വി ബൈ ഡി ഇസിക്കൽ 1/cos ബി എന്നാണ് വരിക. പിന്നെ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്താ വരിക, എക്സ് കോസ് വി ഡി വി ഇസിക്കൽ ഡി എക്സ്. അപ്പോൾ കോസ് ബി ഡി വി ഇസിക്കൽ ഡി എക്സ് ബൈ എക്സ്. വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോസ് ബിൻ്റെ സൈൻ വി എന്നുണ്ടാവും. 1/x ലോഗ് മോഡ് എക്സ് പ്ലസ് സി. സൈൻ വൈ ബൈ എക്സ് സീക്കല്ലും ലോഗ് മോഡ് എക്സ് പ്ലസ് സി, അല്ലെങ്കിൽ ലോഗ് മോഡ് സി എക്സ് എന്നൊക്കെ അങ്ങനെ വേണം അങ്ങനെ ചെയ്താൽ. അതേപോലെ ഒരു ക്വസ്റ്റ്യനാണ്. എക്സ് മൈനസ് വൈ ഡി വൈ സീക്കല്ലു എക്സ് പ്ലസ് 2y ഡി എക്സ്. പെട്ടെന്ന് നമ്മൾ മനസ്സിലാവും. ഒരു ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് സീക്കൽ എക്സ് പ്ലസ് 2y ഉണ്ടാവും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് സീക്കൽ എക്സ് പ്ലസ് 2y ബൈ എക്സ് മൈനസ് വൈ. ഹോമോജിനസ് 1 ഹോമോജിനസ് ആണ്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് സീക്കൽ എക്സ് പ്ലസ് 2 ഇൻറ്റു ഇവിടെ വൈ സീക്കൽ വി എക്സ് അല്ലേ, വി എക്സ് എക്സ് മൈനസ് വി എക്സ് എഴുതി എക്സ് പുറത്തത് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷനിലേക്ക് പോകും. ഇപ്പോൾ വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സ്, വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സ് മുകളിൽ എക്സ് പുറത്തെടുത്താൽ എന്താ വരിക, എക്സ് പുറത്തെടുത്താൽ 1 പ്ലസ് 2y ഉണ്ടാവും. അടിയിൽ എക്സ് പുറത്തെടുത്താൽ 1 മൈനസ് വി എന്നും ഉണ്ടാവും. എക്സും കട്ട് ചെയ്താൽ പിന്നെ വി പ്ലസ് എക്സിന് ഡി വി ബൈ ഡി എക്സ് സീക്കൽ 1 പ്ലസ് 2b ബൈ 1 മൈനസ് വി. എക്സിന് ഡി വി ബൈ ഡി എക്സ് സീക്കൽ 1 പ്ലസ് 2b ബൈ 1 മൈനസ് വി ബൈ വി ഉണ്ടാവും. 1 പ്ലസ് 2b ബൈ 1 മൈനസ് വിന് അങ്ങോട്ട് വി അപ്പോഴും പോകും മൈനസ് വി ഉണ്ടാവും. അവിടെ വി എൽ സി എടുക്കണം. 1 മൈനസ് വി എൽ സി എടുക്കണം. 1 മൈനസ് വി എൽ സി എടുത്താൽ എക്സിന് ഡി വി ബൈ ഡി എക്സ് സീക്കൽ 1 മൈനസ് വി എൽ സി എടുത്താൽ 1 പ്ലസ് 2b മൈനസ് വി ഇൻറ്റു 1 മൈനസ് വി എന്നാണ് വരിക. അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 2v മൈനസ് വി പ്ലസ് വി സ്ക്വയർ എന്നാണ് വരുന്നത്. അതായത് 1 പ്ലസ് വി പ്ലസ് വി സ്ക്വയർ എന്നാണ് വരുന്നത്. അങ്ങനെ വരും. ഇനി നമ്മൾ വേരിയബിൾ സെപ്പറബിളായി കൊണ്ടുപോകാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക അറിയോ, എക്സ് ഇൻറ്റു 1 മൈനസ് വി ഇൻറ്റു ഡി വി സീക്കലോ 1 പ്ലസ് വി പ്ലസ് വി സ്ക്വയർ ഡി എക്സ്. അപ്പം ഡി വിൻ്റെ അടുത്ത് 1 മൈനസ് വി പറ്റും, ഡി വിൻ്റെ അടുത്ത് അതിനങ്ങോട്ട് കൊണ്ടുവരും 1 പ്ലസ് വി പ്ലസ് വി സ്ക്വയർ. ഡി എക്സിനടുത്ത് അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി 1 മൈനസ് വി ബൈ 1 പ്ലസ് വി പ്ലസ് വി സ്ക്വയറിനായി. ഇനി രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അവിടെ ലോഗ് മോഡ് എക്സ്പ്രസ് ചെയ്താൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പി എക്സ് പ്ലസ് ക്യൂ ബൈ എന്നുള്ള ഫോമിലാണ്. മുകളിൽ പി എക്സ് പ്ലസ് ക്യൂ, അടിയിൽ എ എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ ഈസ് ഈക്വൽ അങ്ങനെ ഇൻറ്റഗ്രേറ്റ് സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ക്യാപിറ്റൽ എയും അടിയിലത്തെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2v എന്നുണ്ടാവും. പ്ലസ് വി ബി എന്നൊക്കെ എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്ത് എയും ബിയും കണ്ടുപിടിച്ച് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ച് അവിടെ കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇൻറ്റഗ്രലായി. രണ്ടാമത്തെ ഇൻറ്റഗ്രൽ ഒന്നാമത്തെ ലോഗ് മോഡൽ എന്ന് വരും, രണ്ടാമത്തെ ഇൻറ്റഗ്രൽ വേറെ ചെയ്ത് അങ്ങനെ രണ്ട് ഇൻറ്റഗ്രലായി മാറും. അങ്ങനെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇത് ആ വലിയ മെത്തേഡാണ്. ആ മെത്തേഡിലേക്കാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അത് ആ രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. മറ്റേ ഇതിൻ്റെ ഇൻറ്റഗ്രൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് ചോദിച്ചാൽ അവിടെ കഴിഞ്ഞ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അവസാനം വിയിലാണ് വരിക. വിയുടെ സ്ഥാനത്ത് വൈ വി എക്സ് എന്ന് കൊടുത്ത് അവിടെ വെക്കുക. ശേഷം ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണിത്. ഒറ്റ ക്വസ്റ്റ്യനോട് ചെയ്യണം. ഷോ ദ ഫാമിലി ഓഫ് കർവ് ഫോർ വിച്ച് ദി
സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്നാണ് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് dy/dx ആണ്. എനി പോയിൻ്റ് xy ഓൺ ഇറ്റ് ഈസ് x² + y² / 2xy എന്നാണ് ക്വസ്റ്റ്യൻ. ഈസ് ഗിവൺ ബൈ x² - y². ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടണമെന്നാണ് ലാസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് dy/dx എന്നാണ്. അപ്പോൾ dy/dx ആണ് തന്നത്. കുറവാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഈസ് dy/dx. അത് നമുക്ക് അറിയണം. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് dy/dx ആണെന്ന് അറിയുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ dy/dx സമം എഴുതി 2 2 ഹോമോജൻസ് ആണ്. പിന്നെ അങ്ങനെ പോയിക്കോളും. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ v + x × dv/dx. v + x × dv/dx x² + v² x² / 2x vx. v + x × dv/dx x² പുറത്തെടുത്താൽ 1 + v² / 2v x². x² കട്ട് ചെയ്യും. v + x × dv/dx 1 + v² / 2v x × dv/dx 1 + v² / 2v. v അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ x × dv/dx 2v. LC എടുത്താൽ 1 + v² - 2v² എന്നാവും. അപ്പോൾ 1 - v² എന്നാണ് മുകളിലുണ്ടാവുക. മുകളിൽ 1 - v². മുകളിൽ 1 - അപ്പോൾ x × dv/dx 1 - v² / 2v. 1 - v² / 2v എന്നുണ്ടാവും. ഇനി നമ്മൾ ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ x 2v dv 1 - v² dx. ഇവിടെ ഇപ്പോൾ x ഇവിടെ പറ്റൂല. 2v dv/1 - v² dx/x. x അങ്ങോട്ട് കൊണ്ടുപോകുക, 1 - v² ഇങ്ങോട്ട് കൊണ്ടുപോകുക. വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിൽ അടിയത്തെ ഡെറിവേറ്റീവ് -2v എന്നാണ്. മൈനസിന് കുറവുണ്ട് ആൾ. മൈനസും കൂടി ആളുണ്ടായിരുന്നെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്ററിന് ചെയ്തായിരുന്നു. ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് കറക്റ്റ് മോഡ് വന്നാൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയി. അപ്പോൾ ഒരു മൈനസ് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടെടുത്തായി. ഒരു മൈനസ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു മൈനസ് പ്ലസ് ആയി. ഇപ്പോൾ 2v dv എന്നായി. 2v dv/1 - v² മൈനസ് ലോഗ് മോഡ് 1 - v². ഇതിന് ഡെറിവേറ്റീവ് -2v എന്നാണ്. അത് മോള് വന്നാൽ ഇതിന് ഡെറിവേറ്റീവ് മോള് വന്നാൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആണ്. ഇത് ലോഗ് മോഡ് x + ലോഗ് മോഡ് c. c എന്ന് എഴുതിയാൽ മതി. ലോഗ് മോഡ് c എന്ന് എഴുതുകയാണ് ആണെങ്കിൽ ലോഗ് മോഡ് cx. ഇത് ലോഗ് മോഡ് 1 - v² - 1 എന്ന് വേണമെങ്കിൽ എഴുതാം. ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ച് -1ന് മോൾ കയറ്റിയിട്ട് ലോഗും മോഡും കട്ട് ചെയ്താൽ രണ്ട് സൈഡും ലോഗും മോഡും കട്ട് ചെയ്താൽ 1 - v² - 1 1 - v² - 1 cx ഉണ്ടാവും. അല്ലെങ്കിൽ 1/1 - v² cx ഉണ്ടാവും. അല്ലെങ്കിൽ 1 - v² 1/1 - y² നമുക്ക് y²/x² എഴുതാം. അപ്പോൾ ഇനി x² LC എടുക്കാം. ഡിനോമിനേറ്ററിലെ x² LC എടുത്താൽ 1/x² - y² - y². 1/x² - y² cx. ഈ x² മുകളിൽ കയറുമ്പോൾ x² - y² cx ഉണ്ടാവും. ഈ കോൺസ്റ്റൻ്റ് വേണമെങ്കിൽ നമ്മൾ c1 ഒരു പുതിയ കോൺസ്റ്റൻ്റ് c1 കൊടുക്കുക. എക്സും കട്ട് ചെയ്യുമ്പോൾ x/c²
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ്ക്വയർ C1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ അടി രണ്ട് സൈഡ് എക്സ് കട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്താ വരിക എന്നറിയാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു C1 ഈക്വൽ എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ 1/C1 എക്സ്. C1 അങ്ങോട്ട് കൊണ്ടുപോകാം. x/C1 ഉണ്ടാവും. ഈ 1/C1 എന്നുള്ള കോൺസ്റ്റൻറ്റ് നമ്മൾ C എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ CX എന്നായി. ഈ 1/C1 എന്നുള്ളതിനൊരു പുതിയ കോൺസ്റ്റൻറ്റ് പേര് കൊടുത്താൽ C നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ CX അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടേക്ക് എത്തിക്കണമെങ്കിൽ എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ ഓരോ ടേമിനും ഡിഗ്രി 1 സെയിം ആയിരിക്കണം. അതിനാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം. ഇത്രയും കുറേ ക്വസ്റ്റ്യനാണ് ശരിക്കും ക്ലിയറാക്കി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ.